ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇത് ഞാൻ പ്രഷർ കുക്കറിനകത്താണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതിനായി ഞാൻ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഈ 4 എഗ്ഗിനെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 എഗ്ഗിന് 1/4 കപ്പ് എന്ന തോതിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര അല്ല, നോർമൽ ഷുഗർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായി ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. സ്പ്രിങ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് തൈരൊക്കെ കടയാൻ ഉപയോഗിക്കുന്ന ഇതും ഉപയോഗിക്കാം. ഇതല്ലാതെ മിക്സിയിലും അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്ത് കാണിക്കാം. നിങ്ങൾ മിക്സിയിനകത്താണ് ചെയ്യുന്നതെങ്കിൽ എഗ്ഗ് മാത്രം പൊട്ടിച്ചൊഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരിക്കലും അതിലേക്ക് പഞ്ചസാരയോ ബേക്കിംഗ് പൗഡറോ അതല്ല വാനില എസൻസോ ഇതൊന്നും ചേർത്തിട്ട് ബീറ്റ് ചെയ്യരുത്. എഗ്ഗ് മാത്രം മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം പഞ്ചസാര പൊടിച്ചത് അതിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാര പൊടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് സിമ്മിൽ വെച്ച് ചൂടാവാൻ വെക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നോർമലി 1 എഗ്ഗിന് 1/4 കപ്പ് മൈദ എന്നതാണ് ഇങ്ങനത്തെ കേക്കിൻ്റെ റേഷ്യോ. ചിലപ്പോൾ എഗ്ഗ് ചെറുതൊക്കെ ആണെങ്കിൽ കുറച്ചൊരു പൊടി കുറവായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പം അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറേശ്ശെയായിട്ട് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ഒഴിക്കാം. അതിനായി ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കുക്കറിൻ്റെ എല്ലാ വശത്തിലേക്കും. എന്നിട്ട് നമുക്ക് കുക്കറിനെ മറ്റെന്തിനെങ്കിലും മുകളിലൊന്ന് കയറ്റി വെക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു പാത്രം അടിയിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുക. ഒരു തട്ടോ അതല്ലെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും ഉപയോഗിക്കുക. പെട്ടെന്ന് തന്നെ താഴ്ത്തി വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അടയ്ക്കാം. പിന്നെ അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, വെയിറ്റ് വെക്കാതെ വേണം അടച്ച് വെക്കാൻ. നമുക്ക് ഇതിൻ്റെ വിസിൽ ഊരിയെടുക്കാം. ഇപ്പോൾ ഇത് 4 എഗ്ഗ് വെച്ചിട്ട് ചെയ്യുന്നത് അതിനെക്കൊണ്ട് 20 മിനിറ്റ് പോരാ. ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ കേക്ക് റെഡിയായി വരും. അതായത് നന്നായി ആ വിസിൽ വരുന്ന ഭാഗത്തൂടെ നന്നായി ഒരു പുകയും വരും, നല്ല സ്മെല്ലും വരും. നല്ല സ്മെല്ല് വരുമ്പോൾ നിങ്ങൾ തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഈ കേക്കിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിയിട്ടുണ്ട്. ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തത് ശരിക്കാവാത്തത് കൊണ്ടാണ്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കേക്ക് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം. നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഉപകരണങ്ങളിൽ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് വിപ്പ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഒന്നുകൂടെ വിപ്പ് ചെയ്യാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ഐസിങ് ഷുഗർ ചേർക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത്
ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതിൽ പോയി കാണുക. ക്രീം നന്നായി വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് രണ്ടായി കട്ട് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 3ആയിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്ന സമയം വരെ ബീറ്റ് ചെയ്ത ക്രീമിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് സ്റ്റിഫായിട്ട് വരും. ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് കലക്കി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇത് വെച്ചൊന്ന് കേക്കിനൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായി സോഫ്റ്റായി വരും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ഏകദേശം മുഴുവനായിട്ട് തന്നെ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വച്ച് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീം എടുത്ത് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഒരു സ്പാച്ചുലയോ അതല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 5 or 6 ചെറീസ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയത് സ്പ്രെഡ് ചെയ്യാം. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് കവർ ചെയ്തെടുക്കണം. കുറച്ച് കട്ടിയിലാണ് കവർ ചെയ്യേണ്ടത് ക്രീം വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു തിൻ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഫ്രീസറിൽ വെക്കുക. അതിന് ശേഷം എടുത്തിട്ട് ഒരു സെക്കൻഡ് ലെയറായിട്ട് രണ്ടാമത്തെ കോട്ടിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിങ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് നല്ല തിക്കായിട്ട് കവർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആണ് എളുപ്പം തോന്നുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര ഫിനിഷിംഗ് ആക്കി എടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ചോക്ലേറ്റ് ക്രംസ് വെച്ച് ഗാർണിഷ് ചെയ്യണം. വൈറ്റ് ചോക്ലേറ്റ് ക്രംസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ്സ് എടുത്താൽ മതി. അതൊന്ന് ഒരു പീലറോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറീസ് അങ്ങനെ തന്നെ വെറുതെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ബാക്കിയുള്ള ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഒരു ഡെക്കറേഷനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പം കുറച്ച് ക്രീം ബാക്കിയുള്ളതെടുത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ച് ചെറീസ് റൗണ്ടിൽ വെച്ച് കൊടുത്താലും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത് തന്നെ ഞാൻ വരും. അപ്പോൾ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു എപ്പിസോഡിൽ കാണാം.